പെട്രോളിന്റെ സഖാവേ, ഒരു ജിപ്സി എടുക്കാൻ. മുതലാളി എവിടെയാണ്? നാം ഒരു തീർത്ഥാടനത്തിലാണ്. പറയൂ വത്സ. വത്സൻ നിന്റെ അച്ഛൻ. താങ്കൾ കർണാടകയിലാന്ന് ഈച്ച പറഞ്ഞു. എവിടെയാണാവോ? അതെ, ഞാൻ കർണാടകയിലാണ്. നിസാമുക്കയുടെ പെങ്ങളുടെ വീട്ടില്. കാലം തൊടിഞ്ഞായിരുന്നേ. പ്ലാസ്റ്റർ ഇട്ടിരിപ്പാണ്. നന്നായി. എന്റെ അടുത്ത് ഓടിക്കോളാൻ പറഞ്ഞിട്ട് മുതലാളി നല്ല ബേഷായിട്ട് മേടിച്ചല്ലേ. ഞാനും നല്ല പടം കൊടുത്തിട്ടുണ്ട്. അവൻ ചാവാണ്ട് രക്ഷപ്പെട്ടത് ഭാഗ്യം. ഈച്ചനെ കൂടെ നാട്ടിൽ അന്വേഷിപ്പിച്ചിരുന്നു. ആ, ഈച്ച പറഞ്ഞു. എന്നിട്ടിപ്പോ എവിടെയാണ്? കളിയിക്കാവിള. കളിയക്കാവിള. ആ, ഇനി എന്താണ് പരിപാടി? കന്യാകുമാരിയിൽ ഒരു ധ്യാനകേന്ദ്രമുണ്ട്. അവിടെ വരെ ഒന്ന് പോയി നോക്കട്ടെ. ചിലപ്പോൾ നന്നായാലോ. ആ, നല്ലതാ. KK ലോഡ്ജ് എന്നല്ലേ ആ ധ്യാന കേന്ദ്രത്തിന്റെ പേര്? നോക്കിക്കോ. എടാ, പിന്നെ എനിക്കിവിടെ ഒരു ധ്യാനം കൂടാനുള്ള സെറ്റപ്പ് ഒക്കെ ഏകദേശം റെഡിയായി വരുന്നുണ്ട്. വേണമെങ്കിൽ ഞാനും വരാട്ടോ. ഓ വേണ്ട, മീനവിലൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കി കഴിച്ചോളാം. എടാ, നിസാമൊക്കെ വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു ആ കോഴിക്കോട്ടത്തെ വക്കീൽ കേസ് ഒന്നും കൊടുത്തിട്ടില്ല. അപ്പൊ എന്താണ് അയാൾ ഉദ്ദേശിക്കുന്ന ഒരു പിടിയില്ല. ഏതായാലും ഇലക്ഷൻ തീരുന്നവരെ നമ്മളിങ്ങനെ മാറി നിൽക്കുന്നതാണ് നല്ലത്. നീ എന്നെ ഇടയ്ക്കൊന്ന് വിളിക്കേ. ഓക്കെ മുതലാളി, വേറൊന്നുമില്ലല്ലോ. ഇല്ലടാ. എന്നാ വിളിക്കടാ. ഓക്കെ. ഈ സുധി എന്ന് പറയണവൻ റണ്ണിങ്ങിലാണ്. അവൻ്റെ ഈ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് നോക്കുമ്പോൾ പെരിന്തൽമണ്ണ, എടപ്പള്ളി, കളിയക്കാവിള ഇവിടെ നിന്നുള്ള ATM നിന്നാണ് അവൻ പൈസ എടുത്തിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു ഇത് വെച്ച് അവൻ നാഗർകോവിൽ, കന്യാകുമാരി ഭാഗത്തേക്കാണ് പോയിട്ടുണ്ടാവുക. അരവിന്ദിൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ മറ്റവന് നല്ല പണി കിട്ടിയിട്ടുണ്ട്. മൂവ് ചെയ്യാൻ കുറച്ച് പാടാണ്. അപ്പോൾ ഒന്നുകിലും മറഡോണ സുധിയോടൊപ്പം കാണും, അല്ലെങ്കിൽ അവൻ എവിടെയോ സെറ്റിലായിട്ടുണ്ട്. ഞാനെന്തായാലും കന്യാകുമാരി ഭാഗത്തേക്കൊന്ന് പോകുന്നുണ്ട്. മാർട്ടിൻ, ഇലക്ഷന്റെ പ്രഷർ കയറുന്നതിനും ഇതിനൊരു തീരുമാനം ഉണ്ടാവണം. അറിയാം. എനിക്ക് ഒന്നുകൂടി മൈസൂർ വരെ പോകേണ്ടി വരും. അവിടെ ജയന് സാവിത്രി മാത്രമേ ഉള്ളൂ. മാർട്ടിൻ വിളിച്ചാൽ മതി. ആ നിസാമിൻ്റെ ഡീറ്റെയിൽസ് നോക്കിയായിരുന്നു? അവൻ പക്കാ പാർട്ടിക്കാരനാ. നമ്മൾ വാച്ച് ചെയ്യുന്നുണ്ട്. സംശയിക്കേണ്ടതായ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. നിസാമിൻ്റെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, അതുപോലെ മറഡോണ അവൻ്റെ അന്ത ബന്ധമെന്നല്ലേ പറഞ്ഞേ? അതൊക്കെ ഞാൻ അന്വേഷിച്ചായിരുന്നു. പറഞ്ഞു വരുമ്പോൾ ഒരു ബന്ധു, അത്രേ ഉള്ളൂ. പിന്നെ അവൻ്റെ പെങ്ങളൊരുത്തനോട് ഒളിച്ചോടി പോയിട്ട് ഒരു കൂട്ടുകാരൻ്റെ കൂടെ, ഹിന്ദു ചെക്കൻ. അതിൽ പിന്നെ അവളെ വീട്ടിൽ കയറ്റിയിട്ടില്ല, അവർ വന്നിട്ടുമില്ല. അവർ ബാംഗ്ലൂരാ. കോണ്ടാക്റ്റ് ഒന്നും ഇല്ലാത്തതിൻ്റെ ഒരു റിപ്പോർട്ട്സും വേണ്ട. അവിടെ എന്താ പാമ്പറ? ഓക്കെ, ഡൺ. സെക്യൂരിറ്റി 10B തന്നെയല്ലേ പറഞ്ഞു? ആ, ആൻസർ പറടാ. ഇവിടെ ആരും ഇല്ലടാ. കുറച്ച് ദിവസമായി ഫ്ലാറ്റൊക്കെ പൂട്ടിക്കിടക്കുക. ആ, ഓക്കെടാ.
എന്താ ഇവിടെ നടക്കണേ? കള്ളക്കടത്താണോ? ആ നായിക എത്തിയാ? ഇന്ന് ലേറ്റ് ആണല്ലോ. എക്സാം ഫീ അടയ്ക്കാൻ പോയതാ. ജോലിയൊക്കെ ആയില്ലേ? ഇനി എന്താ എക്സാം? ഞാനേ ആക്ച്വലി BSc നഴ്സാ. ഓക്കെ. ഞെട്ടിയോ? ഇല്ല. ഇല്ലേ? ഡാ, ഞാൻ വലിയ ഹോസ്പിറ്റലില് വലിയ നഴ്സായിട്ടൊക്കെ വർക്ക് ചെയ്യേണ്ട പെണ്ണാ. ഒരു 4 പേപ്പറും കൂടി കിട്ടാനുണ്ട്. ബാക്കിയെല്ലാം കിട്ടി. പക്ഷേ ഇതറിഞ്ഞൂടാത്ത അപ്പച്ചന് മാസം കാശ് അയച്ചു കൊടുക്കണം. അതിനാണ് ഈ പാർട്ട് ടൈം പരിപാടി. ഓ, അപ്പൊ ഉത്തരവാദിത്തമുള്ള പെൺകുട്ടിയാണല്ലേ? അയ്യേ, ഉത്തരവാദിത്വമൊന്നുമില്ല. പാസ്സായിട്ടില്ലെന്ന് അപ്പച്ചൻ അറിഞ്ഞാ വെട്ടിക്കറി അടുപ്പത്ത് വെക്കും. +2 കഴിഞ്ഞ് ജീനിയും ജോളിയും നഴ്സിംഗിന് പോവാന്ന് പറഞ്ഞപ്പോ എനിക്കും പോണെന്നും പറഞ്ഞു ഒറ്റ കരച്ചിലായിരുന്നു. മാനം കാക്കണ്ടേ? കാലൊക്കെ റെഡി ആയിട്ട് നാട്ടിൽ പോകുമ്പോ തിരുവല്ല വഴിക്കൊന്ന് പോണം. അയ്യടാ, ആ വെള്ളം ഒന്ന് വാങ്ങി വെച്ചേരെ. അതിനുള്ളൊക്കെ ഞാൻ പാസ്സാവും. ഇപ്പൊ വരാം. എന്തു പറ്റി? ഹലോ, ഇനി എന്നെ പറ്റി മൂത്രമൊഴിക്കോ? നീ മൂത്രമൊഴിക്കടാ. മർഡോണ. ഓ എടോ സോറി എടോ. ഹലോ. ഹലോ. ഞാൻ പറഞ്ഞിരുന്നില്ലേ അന്ന് വെളുപ്പിന് 3 മണിക്കല്ലേ? ആകെ ഒരു ബഹളായിരുന്നു. ഞാൻ കരുതി ഇവളെ എടുത്ത് വെച്ചിട്ടുണ്ടാവുന്നു, ഇവള് കരുതി ഞാനും. അങ്ങനെ കൺഫ്യൂഷൻ. ഒരു കുഴപ്പമില്ല ശ്രീയേട്ടാ, ഞാനും റാംബോ കൂടെ ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. റാംബോ. ഹേയ്, കുഴപ്പമൊന്നുമില്ല. അല്ല, നീ എങ്ങനെ ഒരാഴ്ച മാനേജ് ചെയ്തേ? ഇവളെ ഒരു ദിവസം മാറിയാൽ തന്നെ എനിക്ക് ഇറിറ്റേഷനാ. വേണമെന്ന് വെച്ചൊന്ന് പുറത്തിറങ്ങാനാണോ പാട്? പിന്നെ ഞങ്ങളാ ട്രിപ്പ് പിടിച്ച് അങ്ങോട്ട് പോയി.